ഹലോ വെൽക്കം ബാക്ക്. അസ്സാം വലൈക്കും. ഇന്ന് നമ്മളിതാ ഒരു മാക്രോണി വൈറ്റ് പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടി മാക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പാല്, പിന്നെ അതുപോലെ തന്നെ ഓർഗാനോ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നിങ്ങൾക്ക് ഈ കോൺഫ്ലവറിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഞാൻ അതാ ചെറിയൊരു പീസ് ക്യാരറ്റ്, ക്യാപ്സിക്കോ, ഉള്ളി, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കേട്ടോ, ചതയ്ക്കേണ്ട, ഇതുപോലെ കൊത്തി അരിഞ്ഞത്. പിന്നെ ഇതാ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ, ചെറിയ കുഞ്ഞ് 2 പാക്ക് എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്കും പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ കയ്യിൽ ബട്ടറാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എൻ്റെ ബട്ടർ ഞാൻ ഇടുമ്പോൾ വീഡിയോ എടുത്തില്ല, അതാ ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം കേട്ടോ. അത് കളറൊന്നും മാറരുത്, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ആ ലെവലിൽ നമ്മളതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതൊന്ന് എന്താ പറയുക, ചൂടായി വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ അല്ലേ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണേ, കണ്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വല്ലാണ്ട് ഒന്നിൻ്റെ കളറ് മാറരുത്, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ, ഓവറായിട്ട് കുക്കാവേണ്ട. പിന്നെ അതാ ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ഇപ്പോഴും ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം ഓവറായിട്ട് എരിവ് വേണ്ട. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മുടെ ഓർഗാനും കൂടി ഇടാം കേട്ടോ. ഇതാണ് ഇതിൽ ഹൈലൈറ്റ് ടേസ്റ്റ് നിൽക്കുന്നത്, അപ്പോൾ അത് മസ്റ്റായിട്ട് വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു വെജസിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർക്കാം കേട്ടോ. അതൊക്കെ ചേർത്തതാ സെറ്റായിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടാം കേട്ടോ. എല്ലാം കൂട്ടാം, പാസ്തയും കൂട്ടാം, വെജസും എല്ലാം കൂട്ടാം കേട്ടോ. എനിക്കതാണ് ആവശ്യം, അപ്പോൾ ഞാൻ അതിന് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് ഏകദേശം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതാ അടുത്തൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ തന്നെ ബട്ടറോ പിന്നെ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ളത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, നമ്മൾ കയ്യിലുള്ള പാലുണ്ടല്ലോ, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ അതേ കപ്പിൽ പകുതി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഇതിൽ കോൺഫ്ലവർ നല്ല കലക്കണമല്ലോ, മൈദയായാലും എന്തായാലും. അപ്പോൾ അത് വെന്ത് കിട്ടാനുള്ള കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ചില്ലി ഫ്ലെക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. 2 പാക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓർഗാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് സോസിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർക്കണേ. എന്നിട്ട് ഏകദേശം നല്ലൊരു ഈ ഒരു തിളച്ച് വരുന്ന സമയത്ത് നമ്മളെന്താക്കുക, ആ ഒരു കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കട്ടയില്ലാണ്ട്, അഥവാ നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കണമെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുന്ന പോലെ വരും. അതിപ്പോൾ മൈദ ആയാലും കോൺഫ്ലവർ ആയാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടില്ലാത്ത രൂപത്തിൽ ക്രീമി പരുവത്തിൽ വരും. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ബാക്കിയും കൂടി ഉള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചിടുമ്പോൾ കട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിപ്പോൾ ഇങ്ങനെ ഇട്ട കട്ടാവുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ചുടുവെള്ളത്തിലോ പാലോ ഇട്ട് അങ്ങനെ കലക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലേക്കുള്ള വെള്ളം കറക്റ്റ് ആക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഏകദേശം നല്ലൊരു ക്രീമി പരുവത്തിൽ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ടൈറ്റ് ആവും.
അപ്പോൾ അതൊന്ന് ഒരു തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാക്രോണിൻ്റെത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി മിക്സാക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇനി വേണമെങ്കിൽ കുരുമുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന്. ഇതിപ്പോൾ കറക്റ്റ് എരിവൊക്കെ പാകമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.